ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും മിത്രയും കൂടെ റൂമിലിരിക്കുന്ന സമയത്ത് ഗോമതി ഓടിക്കൊണ്ട് വരിക കേട്ടോ. മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതൊരു ബൈക്കിൽ നിന്ന് മറിഞ്ഞ് വീണതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഗോമതി പറഞ്ഞു നീ അതെന്താ ശ്രദ്ധിച്ച് പോവാത്തേന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ ദേവിയല്ലേ ആള്, ദേവി പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ ഇത് ബൈക്കിൽ നിന്ന് മറിഞ്ഞ് വീണമെന്നല്ല, ഇത് വേറെ എന്തോ സംഭവമാണ്, അതേ ബൈക്കിൽ നിന്ന് മറിഞ്ഞ് വീണു, ചെളി പറ്റി എന്നൊക്കെയാണ് പറയണേ. ഇവർ ദേഹത്ത് എവിടെയാണ് ചെളി? ഒന്നുമില്ല, ഒക്കെ വെറുതെ പറയാം. എനിക്കെന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ആര്യാന്ന് പറയാം കേട്ടോ. അവസാനം ഗോമതി പറയാം, നീ കൂടുതൽ സംശയിച്ച് കുളവാക്കണ്ട കേട്ടോ, അവർ പറഞ്ഞത് തന്നെ കാര്യമായിരിക്കും. പിന്നെ അവർ പറയല്ലേ വീണു എന്നൊക്കെ, കൈയെല്ലാം ഇങ്ങനെ ആയിന്ന്, പിന്നെ നിനക്കെന്ത് ഇത്ര സംശയം, നീ പോയേ ദേവി എന്ന് പറയാട്ടോ. പക്ഷേ ദേവി പറയണ്ട, അമ്മ പോയി പണിയൊക്കെ ചെയ്യുക, ഞാൻ കുറച്ച് നേരം കൂടെ ഇവിടെ ആര്യനെ ഇവിടെ ഇരുന്ന് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ മിത്ര പെട്ടെന്ന് പറയാം, എങ്ങനെ ഇവരെ ഒന്ന് ഒഴിവാക്കുക? അതെ ദേവിച്ചി, എനിക്ക് ഒരു ലീവ് ലെറ്റർ കൂടെ എഴുതി തരാമോ എന്ന് ചോദിക്കുന്നു. അയ്യോ എൻ്റെ പൊന്നുമോളെ, നിനക്ക് ഞാൻ എത്ര എണ്ണം വേണമെങ്കിലും എഴുതിത്തരാം, പക്ഷേ ഇപ്പം എനിക്ക് പറ്റത്തില്ല, എനിക്ക് അടുക്കളയിൽ ഒത്തിരി ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടും കേട്ടോ. അതോടുകൂടി മിത്ര രക്ഷപ്പെട്ടു. അങ്ങനെ ആര്യനോട് വീണ്ടും വന്നിരുന്ന് പറയാം, ആര്യ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം മിഥുൻ മരിച്ചു കാണോ? മരിച്ചു നീ അങ്ങനെ പറയല്ലേ, ഇനി മരിച്ചെങ്കിൽ അവൻ പോട്ടെ, നാശം പിടിക്കാൻ. അവൻ ഞങ്ങളെ ശല്യം ചെയ്തിട്ട് വന്നിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്തത്, അല്ലാണ്ട് അങ്ങോട്ട് പോയി നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നീ പേടിക്കാതിരിക്കുക, എന്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ, പിന്നെ നീ എന്തിനാ എന്നെ ടെൻഷൻ അടിക്കണേ? അതല്ലാര്യം, എന്നാലും എനിക്ക് ടെൻഷൻ അങ്ങോട്ട് മാറുന്നില്ല, പേടിക്കാതിരിക്കാൻ പറഞ്ഞില്ലേ. അങ്ങനെ അവർ സമാധാനിച്ച് അവിടെ ഇരിക്കാട്ടോ. അപ്പോൾ ഈ സമയത്ത് അവിടെ ദേവി അതുപോലെ തന്നെ ഉച്ചയാവാറാകുമ്പോൾ ചോറും കൊണ്ട് ആനന്ദിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. കയ്യിൽ ക്യാരി ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ. ആ സമയത്ത് ബാലൻ അങ്ങോട്ട് വരുന്നത്. ബാലൻ നേരെ അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ദേവിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എങ്ങോട്ടാ പോണേ? ഞാനച്ഛാ അതെ ആനന്ദേട്ടന് ചോറും കൊണ്ട് പോവാ. ഓ അത് ശരി, എന്നാൽ പിന്നെ അച്ഛനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ അത് ഞാൻ അച്ഛനോട് ഇന്നാൾ പറഞ്ഞില്ലേ, ഇവിടെ നടക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്, പിന്നെ ആര്യനും മിത്രയ്ക്കും ഒക്കെ എന്തോ പ്രശ്നങ്ങളുണ്ട്, അവരെന്തോ മറയ്ക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് സത്യേ വരിക. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അതെ ഇന്നിപ്പോൾ ആര്യൻ ബൈക്കിൽ നിന്ന് വീണു എന്നും പറഞ്ഞുകൊണ്ട് കൈയൊക്കെ കെട്ടി വെച്ചിട്ട് വന്നേക്കുവാ. ആണോ? അവനെന്തു പറ്റി? എന്തോ മറിഞ്ഞു വീണെന്നൊക്കെ പറയണേ, പക്ഷെ മറിഞ്ഞു വീണതായിട്ടൊന്നും എനിക്ക് വിശ്വാസമാവണില്ല അച്ഛാ, എന്തോ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ട്. പക്ഷേ ഈ ഭയങ്കര വെപ്രാളം, ഇന്നലെ 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും ഒക്കെ ആയിട്ട്. എന്തായാലും അച്ഛാ ഇവിടെ എന്തോ ദുരൂഹതകൾ സംഭവിക്കാൻ പോവുക, അച്ഛൻ വളരെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇവിടെ എല്ലാവരും നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഞാൻ എന്തായാലും ആനന്ദേട്ടന് ചോറ് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. ശരി മോള് പൊക്കോ എന്നും പറഞ്ഞു വിടാട്ടോ. അങ്ങനെ അകത്ത് ആര്യനും ഇത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആര്യം പറയാം, അവനെ അല്ലെങ്കിൽ ചത്തങ്ങി ചാവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബാലൻ പതിയെ അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ബാലൻ ഇത് കേട്ടിട്ടാണ് വരുന്നത്. ബാലൻ ചോദിക്കണം, നീ ആരെ കൊല്ലണ കാര്യമാണ് പറഞ്ഞത്? ആര് മരിച്ച കാര്യമാണ് നീ സംസാരിക്കണത്? മിത്ര പെട്ടെന്ന് പറയും, ഒന്നുമില്ല അങ്കിളെ, അത് എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചു പോയി, അതിൻ്റെ കാര്യമാണ് മറിഞ്ഞത്. ഓ അത് ശരി, അപ്പോൾ അതെവിടെയാണ് സ്ഥലം? അല്ല അത് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ നിൻ്റെ കൈക്ക് തന്നെ പറ്റി? അല്ല അത് ബൈക്കിൽ നിന്ന് വീണതാന്നൊക്കെ പറഞ്ഞ് അപ്പം ബാലൻ കൈ പിടിച്ച് നോക്കുക കേട്ടോ. അത് ശരി, ബൈക്കിൽ നിന്ന് വീണതാണോ? നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, മിത്രയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബൈക്കിൽ നിന്ന് വീണിട്ട്? ഒന്നുമില്ല നിങ്ങളെ, പക്ഷേ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് എന്തോ ഒരു പരിഭ്രമം ഉണ്ടല്ലോ, ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എന്തോ പേടിച്ച പോലെയാണ് പറയണത്. ഒന്നുമില്ല ആര്യ, സത്യം പറയുന്നത് എങ്ങനെ സംഭവിച്ചത്? അച്ഛാ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പോണ വഴിക്ക് ബൈക്കിൽ നിന്ന് ഒന്ന് തെന്നി സ്കിറ്റ് ചെയ്തതാ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം, പിന്നെ പിന്നീടായാൽ ബുദ്ധിമുട്ടാവേ. എന്താ അച്ഛൻ ഇങ്ങനെ ചോദിക്കണത്? ഒരു കാര്യം പറഞ്ഞ അച്ഛൻ എന്താ വിശ്വാസമാവാത്ത രീതിയിലുള്ള സംസാരങ്ങളാവുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നിങ്ങനെ വീണ്ടും ചോദിക്കണുണ്ടോ. അങ്ങനെ രണ്ടുപേരോട് മാറി മാറി ചോദിക്കുകയാണ്. ശരി, നിങ്ങൾ പറയണതെല്ലാം ഞാൻ വിശ്വസിച്ചു, പക്ഷേ നമുക്ക് ആശുപത്രിയിൽ പോയാലോ? പോയിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് വരാം. നീ ഇത് എവിടെ നിന്നാണ് ഡ്രസ്സ് ചെയ്തത്? ഞാൻ എൻ്റെ അടുത്തുള്ള ക്ലിനിക്കിൽ നിന്ന് തന്നെ അച്ഛാ. എന്നാൽ പിന്നെ നമുക്ക് പോയി ഒന്നുകൂടെ ഡ്രസ്സ് ചെയ്തിട്ട് വരാം. വേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അച്ഛാ. ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ മേശയ്ക്കകത്ത് നിന്നിട്ട് മിത്ര പഠിക്കുന്ന ഒരു നോട്ട്ബുക്ക് എടുത്ത് അതിൽ നിന്ന് പേപ്പർ വലിച്ചു കയറി ഒരു പേനയും എടുത്തിട്ട് രണ്ടുപേരുടെ കയ്യിൽ ഓരോ പേപ്പർ കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എവിടെയാണ് വീണത്, എങ്ങനെയാണ് വീണത്? ബൈക്ക് മറിഞ്ഞ് വീണപ്പോൾ ഇടതുവശത്തോട്ടാണോ വലതുവശത്തോട്ടാണോ വീണത്? അതോ ഇനി ബൈക്ക് വീണ സമയത്ത് ആദ്യം ചാടി എണീറ്റത് ആരാണ്? ഇതെല്ലാം കൂടെ രണ്ട് പേപ്പറിൽ എഴുതിക്കേ. രണ്ടുപേരും പറയണത് ഒന്നാണോ എന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ തന്നെ ആര്യനും പെട്ടുപോയി, മിത്രയും പെട്ടുപോയി കേട്ടോ. കാരണം രണ്ടുപേരും എഴുതണ രണ്ടായിരിക്കും. കള്ളമാണല്ലോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടുപേരും പരിങ്ങി നിൽക്കുകയാണ്. ബാലൻ ചോദിക്കണം, എന്താ ഇതെന്ത് പറ്റി? നിങ്ങളുടെ രണ്ടുപേരും മുഖത്ത് വല്ലാത്ത പേടിയാണല്ലോ, എന്തിനാ പേടിക്കണത്? നിങ്ങൾ എഴുത്. അപ്പോൾ പിന്നീട് ആര്യൻ അങ്ങ് ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ. അച്ഛൻ എന്താ ഈ പോലീസുകാർ ചോദിക്കും കണക്ക് CID കാണുക ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഞങ്ങൾ പറയണത് എന്താ വിശ്വാസമല്ലേ? ഞങ്ങളെന്താ കൊച്ചുകുട്ടികളാ? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയണത്. ബൈക്കിലുള്ള ഓട്ടോ ഒക്കെ നിർത്തി ബൈക്കെല്ലാം കൊണ്ട് കൊടുത്തിട്ട് സ്വന്തം കടയിൽ വന്ന് അധ്വാനിച്ച് നിൽക്കുക, മനസ്സിലായോ? ഓ
ഇപ്പോൾ തുടങ്ങി ഇനിയിപ്പോൾ അതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ. പക്ഷേ ബാലനാണെങ്കിൽ തീരെ അതങ്ങ് വിശ്വസിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് രണ്ടുപേരോടായിട്ട് വീണ്ടും പറയാം, അതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണം മുന്നോട്ട് പോകണം, വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം മുന്നോട്ട് പോകാനും ജീവിക്കാനും പലതവണ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളെ പാടായി എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവാം. അപ്പം ആര്യൻ ആണെങ്കിൽ പേടിച്ച് നിൽക്കുക കേട്ടോ. മിത്രയ്ക്കാണെങ്കിൽ ടെൻഷനാണ്, ഇനി അങ്കിളിന് എന്തെങ്കിലും സംശയമോ അതോ ഇനി അങ്കിൾ കണ്ടുപിടിക്കുമോ എന്നൊക്കെ ഉള്ള പേടിയിലാണ് കേട്ടോ. അവസാനം ധൈര്യം കൊടുക്കുന്നുണ്ട് ആര്യൻ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, നമ്മൾ ബൈക്കിൽ നിന്ന് പറഞ്ഞു വീണു, അത്രയേ ഉള്ളൂ, കൂടുതലാരും ചോദിക്കാൻ വന്നത് അപ്പോഴാലോചിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും സമാധാനപ്പെടുത്താം കേട്ടോ. അങ്ങനെ ഗോമതി തുണിയൊക്കെ അടുക്കി പറക്കി നിൽക്കുക അലമാരയ്ക്കകത്തോട്ട് വയ്ക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ട് വരാം. ബാലൻ എന്താ നേരത്തെ എത്തിയോന്ന് ചോദിക്കുക. അതെ, നിൻ്റെ മോൻ്റെ കയ്യിലെന്താ പറ്റി? ആര്യനെ കാണാൻ പോയിരുന്നോ? ഞാൻ കണ്ടു, ബൈക്കിൽ നിന്ന് തെന്നി വീണെന്നാണ് പറയുന്നത്. നീ അങ്ങ് വിശ്വസിച്ചോ? ഞാനത് വിശ്വസിച്ചിട്ടില്ല. അല്ല, അവർ പറയല്ലേ ബാലേട്ടാ വീണെന്ന്, പിന്നെ അവനെ വിശ്വസിക്കാതിരിക്കും? അവനല്ലേ ആള്, അവനതും പറയും അതിൻ്റെ അപ്പുറവും പറയും. ഇത് വേറെന്തോ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നണേ, എന്തൊക്കെയോ മറച്ച് വെക്കുന്നുണ്ട് അവരെന്ന് പറയാം. അതെന്തിനാ ബാലേട്ടാ എപ്പോഴും അവനെ കുറ്റപ്പെടുത്തല്ലേ? പിന്നെ ഇനി നമ്മൾ ചോദിച്ചാൽ ഇതിലപ്പുറം അവർ രണ്ടുപേരും പറയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും ഇപ്പോൾ ദേവിക്ക് തന്നെ ഇവിടെയും നല്ല സംശയം. ഇതുപോലെ ദേവിയും ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ടു. ഇനി പറയണമെങ്കിൽ ആകാശിനോടോ ആനന്ദിനോടോ പറയണം, അവരൊക്കെയാണല്ലോ ഭയങ്കര കൂട്ട്. അവരാരെങ്കിലും ഫോണിൽ വിളിച്ച് പറയാൻ കാര്യം, അപ്പോൾ അവർ തന്നെ വിളിച്ച് ചോദിക്കുമല്ലോ. ആരോട്? ആനന്ദിനോടോ ആകാശിനോടോ വിളിച്ച് ചോദിക്കാം. അത് ശരി. അപ്പോൾ ആകാശ് എവിടെ അതിന് വിളിച്ച് ചോദിക്കാനായിട്ട്? ആകാശ് കടയിലില്ലേ ബാലട്ട? കടയിലോ? അവൻ കടയിലൊന്നുമില്ല, അവൻ അവിടുത്തെ സ്റ്റാഫേ അല്ലല്ലോ, പിന്നെ എങ്ങനെ കടയിൽ നിൽക്കുക? എന്തൊക്കെയാ ബാലേട്ട ഈ പറയണം? അതേടി, അവൻ്റെ വീട്ടിൽ പോയി. ഏത് വീട്ടിൽ? ഇവിടെ വന്നില്ലല്ലോ ഇതുവരെ. ഇതല്ല അവൻ്റെ വീട്, അവൻ്റെ സ്വന്തം വീട് ഇപ്പോൾ വേറെയാണ്. എന്തൊക്കെയാ പറയണ എന്താ ഇത്? എടി, അവൻ മീനാക്ഷിയുടെ വീട്ടിൽ പോയിക്കുക. അയാളെന്ന് അവിടെ ഫോൺ വിളിച്ചപ്പോഴേ എനിക്ക് തീരെ പിടിച്ചില്ല. ഇപ്പോൾ പോയിക്കുക, ഇപ്പോൾ അടിക്കടി അപ്പം സ്ഥിരമായിട്ട് പോവുക ഇപ്പോൾ അവൻ എന്ന് പറയുമ്പോൾ ഗോമതി പറയും, അത് ശരി, ഇന്നും അവൻ അങ്ങോട്ട് പോയോ? നോക്കിക്കോ, അവന് ഞാൻ വെച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ അടിക്കടിക്ക് പോകുന്നത്? അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിളിക്കാൻ പോവാട്ടോ, ആകാശിനെ വഴക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ബാലൻ പറയാം, മതി, നീ ഇനി ഫോണൊന്ന് വിളിച്ചവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും പോട്ടെ, സാരമില്ല. അവൻ വേറൊരിടും അല്ലല്ലോ പോയാൽ, അവൻ്റെ ഭാര്യയുടെ വീട്ടിലല്ലേ പോയത്, പോയിട്ടൊക്കെ സമാധാനത്തോടെ വരട്ടെ. ഇനി നമ്മൾ ഉപദേശിക്കാനും പറയാനും ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ വലിയൊരു തെറ്റായി പോവും. അവർക്കും ഇല്ലേ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ, അതുകൊണ്ട് അവരങ്ങനെ ചെയ്തോട്ടെ. നീ വെറുതെ കിടന്ന് വിളിച്ചിനി ബുദ്ധിമുട്ടിക്കണ്ട. പിന്നെ മീനാക്ഷി, അവൾ കുറച്ച് വിവരവും കാര്യമൊക്കെ ഉള്ളവളാണ്, അതുകൊണ്ട് തന്നെ അവൾ അതൊക്കെ പറഞ്ഞ് അവനെ നിലനിർത്തിക്കൊള്ളുന്നു എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് ബാലൻ പറയട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ദേവി നേരെ ആനന്ദിൻ്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ആനന്ദേട്ടാ വീട്ടിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോകണമെന്ന്, അതിൻ്റെ തുടക്കം വന്നിട്ടുണ്ട്. എന്താ? ആര്യനെ ബൈക്കിൽ നിന്ന് എവിടുന്നോ മറിഞ്ഞ് വീണ് കൈയൊക്കെ മുറിച്ച് കെട്ടി വെച്ച് വന്നിട്ടുണ്ട്. ആര്യനോ? അയ്യോ, അവന് കൈക്ക് എന്ത് പറ്റി? അവൻ വീണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അനിയൻ വീണോ? എന്താ ഒരു സ്നേഹം. പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ഞാൻ ഒരു CID പോലെയാണെന്ന് ഇങ്ങനെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. 2 ദിവസത്തിന് മുമ്പ് ഞാൻ ആനന്ദേട്ടനോട് എന്താ പറഞ്ഞത്, ഇങ്ങനെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, നോക്കിക്കൊള്ളണം, എന്തൊക്കെയോ ദുരൂഹതകൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ആര്യനും ഇത്രയും എപ്പോൾ നോക്കിയാലും കഥ കടച്ചകത്തിരിക്കുന്ന കാണാം, എന്തൊക്കെയോ കുനുകുനാ സംസാരിക്കും. ആളുകളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരാറുമില്ല. അവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ രഹസ്യങ്ങളോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം എങ്ങനെയായി? അതുപോലെ എന്തോ കാര്യത്തിൽ പോയി ചാടിയിട്ടാണ് ഇവർ വന്നിരിക്കണേ. അങ്ങനെയൊന്നുമല്ല ദേവി, നീ ഇങ്ങനെ സംശയത്തോട് കണ്ണുകൊണ്ട് കാണല്ലേ, വെറുതെ. അല്ല ആനന്ദേട്ടാ, ഇല്ലെങ്കിൽ നോക്കിക്കോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഇതിൻ്റെ പുറകേ വരും. ആനന്ദേട്ടൻ നോക്കിക്കോ. പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഒരു ഹണിമൂണിന് പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അത് തന്നെ ഇവിടെ നടക്കുന്നുണ്ടോ? അതുപോലും എനിക്ക് നടത്തി തരുന്നില്ല. പിന്നെയല്ലേ ആനന്ദേട്ടൻ ഇനി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ ശരിയാക്കാൻ പോണത്? എന്തിനാ ദേവി അങ്ങനെ പറയണം? ഹണിമൂണിൻ്റെ കാര്യം നമുക്ക് ഉടനെ തന്നെ തീരുമാനമാക്കാനേ, ധൈര്യമായിട്ടിരിക്കും. പിന്നൊരു കാര്യം ആനന്ദേട്ടാ, വീട്ടിലുള്ള പ്രശ്നങ്ങളുടെ കാര്യത്തിനിടയിൽ കൂടെ ഞാൻ ആര്യൻ്റെയും ഇത്രയുടെ രഹസ്യം എന്താണ് ഞാൻ കണ്ടുപിടിക്കും കേട്ടോ. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. അങ്ങനെ പറഞ്ഞ് നിൽക്കട്ടെ. എപ്പിസോഡ് ചെയ്തത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.